ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാം, അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയെ. ആക്ച്വലി സ്വന്തമായിട്ടൊരു മാറ്റം കൊണ്ടുവരണം. എനിക്കിപ്പോൾ പോകുന്ന പോലെയൊന്നും അല്ല, കുറച്ചുകൂടെ മാറ്റമൊക്കെ വേണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മളിൽ കൂടുതൽ ആൾക്കാരും, അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോയെ. ചിലപ്പം ചില ആൾക്കാരൊക്കെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും, കുറച്ച് നാളുകളായിട്ട് ഒന്നും ചെയ്യാതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ എങ്ങനെ ചിന്തിച്ച് അയ്യോ ഇനി എന്ത് ചെയ്യും, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുവാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ശരിയല്ലേ? അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പം എനിക്ക് എന്നിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കൊച്ചൊക്കെ ഉണ്ട്, അതുപോലെ വീട്ടിലെ പണിയൊക്കെ ഉണ്ട്, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം. അപ്പം സാഹചര്യങ്ങൾ അങ്ങനെ ആകുമ്പം നമുക്കൊരു വിഷമമൊക്കെ വരും. പക്ഷേ നമ്മൾ ആ ഒരു അവസ്ഥയിൽ കൂടെയും പോകുമ്പോഴും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കണ്ടുപിടിക്കണം. എല്ലാം കൂടി ഒരുമിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാരായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പം തുടക്കക്കാർക്ക് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങാം. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, അല്ലേ? ആ 24 മണിക്കൂറിനുള്ളിൽ വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ അതെങ്ങനെ ശരിയാകും, അല്ലേ? നമുക്കൊരു മാറ്റം തീർച്ചയായിട്ടും വേണം. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു 10 പോയിൻറ്റ്സ് പറഞ്ഞു തരാവേ. എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് ഇരിക്കുക കേട്ടോ. ആവശ്യം തോന്നുന്ന അല്ലെങ്കിൽ നല്ലൊരു പോയിൻ്റൊക്കെ ആണെങ്കിൽ അതൊന്ന് എഴുതിയെടുത്തിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ്, വേക്കപ്പ് ഏർലി. നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒത്തിരി രാവിലെയൊന്നും എഴുന്നേൽക്കുകയൊന്നും വേണ്ട. ഇപ്പം നിങ്ങളൊരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 6:30ക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്ന് ഒരു 15 മിനിറ്റ് നേരത്തെ അടുത്ത ദിവസം എഴുന്നേൽക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിനേക്കാളും 15 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് അധികം കിട്ടിയില്ലേ? ആ 15 മിനിറ്റ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമല്ലോ. കിട്ടിയോ ഇപ്പോൾ ഐഡിയ എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ നിങ്ങളൊരു 15 മിനിറ്റ് വീണ്ടും നേരത്തെ എഴുന്നേൽക്ക്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂറായില്ലേ? രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അരമണിക്കൂർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയല്ലേ? അപ്പോൾ ആ അരമണിക്കൂറും കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? റിയലി ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാമല്ലേ? എന്നാൽ പിന്നെ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യണേ. രണ്ടാമത്തെ പോയിൻ്റാണ് ലവ് യുവർ സെൽഫ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ചില ആൾക്കാർക്കൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരും ഉണ്ട്, അല്ലേ? ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കണം. ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനത്തെ ചിന്താഗതി ഒന്നും വേണ്ട. നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസും അതുപോലെ നമുക്ക് നമ്മളോടൊരു സ്നേഹവും ഒക്കെ തോന്നണം. അപ്പോൾ അതൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ പാടെ ഒന്ന് കണ്ണാടിക്ക് മുമ്പിലൊന്ന് പോയി നിൽക്കാം, എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചിരിക്കാം. എന്നിട്ടോ നമുക്ക് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ആഹാ ചിരിയൊക്കെ കൊള്ളാമല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് പറയുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ വിചാരിക്കും ഇതെന്നെ ഈ പറയുന്നത്, ഇതൊക്കെ വല്ല സത്യമായിട്ടുള്ള കാര്യമാണോ? ഇതെന്താ ഇങ്ങനെയൊക്കെയെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും നമ്മളിലൊരു മാറ്റം കൊണ്ടുവരും കേട്ടോ. നിങ്ങളൊരു 5-6 ദിവസം ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് പറയേണ്ട ഒരു കാര്യമാണ്, ധൈര്യമായി ഇരിക്കൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. എന്ത് കാര്യങ്ങളെയും നേരിടാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നിനക്കുണ്ട്. നീ ഉയരങ്ങളിലെത്തും, നീ ഹാപ്പി, പീസ്ഫുൾ മൈൻഡ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതൊക്കെ നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു വാല്യൂ എന്താണെന്ന്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് മെഡിറ്റേഷൻ.
മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ കണ്ണടച്ച് ഒരു പോയിന്റിലേക്ക് നോക്കിയിരിക്കണം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് തുടക്കക്കാർക്ക് എന്ത് ചെയ്യാം? സൈലൻ്റായിട്ട് നമ്മുടേതായ ഒരു സമയം നമുക്ക് വേണം. ഒരു 5 മിനിറ്റ് സൈലൻ്റായിട്ട് നമുക്കിരിക്കാം. ആ സമയത്ത് നമ്മുടെ ചിന്തകൾ, ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് വരും. അത് സാരമില്ല, അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേരെ. പിന്നെ ദിവസം പോകും തോറും നിങ്ങൾ ആ ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് അധികം ചിന്തകളൊന്നും വരാതെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ചിന്ത വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറയുക, എന്ത് ഇതെങ്ങോട്ടായി പോകുന്നേ, ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ഒരു സൈലൻ്റ് ആയിട്ട് 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുക. നമുക്ക് നമ്മളോട് തന്നെ അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, അതൊക്കെ ഒരുപാട് ബെനഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ 4ാമത്തെ പോയിൻ്റാണ് സ്റ്റാർട്ട് ജേണൽ. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് എഴുതി വെക്കാം. അത് സങ്കടങ്ങളായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, ഹാപ്പി മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, നമുക്ക് വേണ്ട കാര്യങ്ങളായിക്കോട്ടെ, എന്തും ആകാം. നമുക്കതൊന്ന് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാം. അതാണ് ജേണൽ കേട്ടോ. അപ്പം ഈ വിഷമമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആ എഴുതിയ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓർക്കുക പോലും ഇല്ല, അതങ്ങ് മറന്നേ പോകും. അപ്പോൾ ജേണൽ വളരെ ബെനഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണേ. എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അടുത്ത പോയിൻ്റാണ് സെറ്റ് എ ഗോൾ. ആക്ച്വലി നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഞാൻ ഈ ഗോളൊക്കെ എന്താ എഴുതേണ്ടത്, എന്താണ് ലക്ഷ്യം വെക്കേണ്ടതെന്നൊക്കെ വിചാരിക്കും. അപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഈ ആഴ്ചയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്യണം, അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം. ഓക്കെ, തിങ്കളാഴ്ച ചെടിയിലെ കാടെല്ലാം പറിക്കാം, ചൊവ്വാഴ്ച ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം, ബുധനാഴ്ച ബാത്റൂം കഴുകാം. അതെല്ലാം ഒരു ഗോളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യണം, നമുക്ക് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ ഇങ്ങനെ ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇതിപ്പോൾ സിമ്പിളായിട്ട്, എന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ചെടിത്തോട്ടത്തിൻ്റെ കാര്യവും ബാത്റൂം കഴുകുന്നതും അങ്ങനത്തെയൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പോയിൻ്റാണ് ക്വിറ്റ് ബാഡ് ഹാബിറ്റ്. അതൊരു നല്ല തീരുമാനമാണ് കേട്ടോ. നമുക്കിഷ്ടമില്ലാത്ത നമ്മുടെ ഒരു സ്വഭാവത്തെ അങ്ങ് മാറ്റിയെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാഡ് ഹാബിറ്റ് നമുക്കല്ലേ അറിയത്തുള്ളൂ, വേറെ ആർക്കെങ്കിലും അറിയാവോ? അപ്പം എന്നിലൊരു മാറ്റം വരണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം, അത് നമ്മൾ മാറ്റിയെടുക്കണം. ചിലവർക്ക് ചിലപ്പം ദേഷ്യമായിരിക്കും, ചിലപ്പം പെട്ടെന്ന് സങ്കടം വരുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വിചാരിച്ചാൽ മാറുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. അത് നമ്മുടെ സിറ്റുവേഷനിൽ നമ്മളത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും ചെയ്താൽ കിട്ടുന്നതൊരു മാറ്റം വരുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ചിന്തിക്കുക, അങ്ങനൊരു ചിന്താഗതി ഉള്ളവർ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു പോയിൻ്റാണ് റീഡ് ഡെയിലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായനയിലൂടെ നമുക്ക് ഒരുപാട് അറിവ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 8ാമത്തെ പോയിൻ്റാണ് ഈറ്റ് ഹെൽത്തി. നമ്മൾ ഇങ്ങനെ വാരി വലിച്ച് ഓരോ സാധനങ്ങൾ തിന്നുന്ന അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് കുറച്ച് വേണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെയുള്ള അടുത്ത പോയിൻ്റാണ് ജഡ്ജ് ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടല്ലേ, ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരെ വിധിക്കാതിരിക്കാം, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരെ ഒന്ന് നന്നാക്കാൻ പോകുന്നതിൽ പോകാതെ നമ്മളിലൊരു മാറ്റം കൊണ്ടുവരുത്താം. ലാസ്റ്റ് പോയിൻ്റാണ് ഫീഡ്ബാക്ക്.
ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു അസസ്മെൻ്റാണ് കേട്ടോ, സെൽഫ് അസസ്മെൻറ്റ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു ദിവസത്തിൽ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ ആരോടെങ്കിലും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഇന്നത്തെ ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കറക്റ്റായിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ഞാനിന്ന് ശ്രദ്ധിച്ചിരുന്നോ, അതൊക്കെയാണ് ഫീഡ്ബാക്കിൽ. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ 10 കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം ചെയ്തില്ല, അങ്ങനെയല്ല. കുറച്ച് അധികം ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് ഒരു 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാബിറ്റായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, അത് ഞാൻ ക്ലിയറാക്കി തരാവേ. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് നിങ്ങളിത് ഉൾക്കൊള്ളുക എടുക്കുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് മാറ്റം വരുത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ, ടേക്ക് കെയർ. ഓക്കെ, ബൈ ബൈ.